Hey guys, വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇതിനെ വന്നേക്കുന്നത് അപ്പം നമ്മുടെ അടുത്ത് കുറേ പേര്, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ വീടിന്റെ ഹോം ടൂർ ചെയ്യുമോ. അതായത് ഓൾറെഡി നമ്മൾ മറ്റേ വീടിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കമൻറ്റ് വന്നായിരുന്നു ഈ വീടിൻ്റെ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ കുറേ തവണ എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ മഴയും കാര്യങ്ങളും പിന്നെ വേറെ കുറച്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും മഴയുണ്ട്. പിന്നെ കുറേ പേര് വീണ്ടും ചോദിച്ചുകൊണ്ട് നമുക്ക് ഉള്ളതൊക്കെ വെച്ച് ചെയ്യാം എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലേ? നമുക്ക് വീടിന്റെ അങ്ങോട്ട് പോകാം. നടന്നോളൂ. സോ ഗൈസ്, അപ്പം ഇതാണ് ഇറങ്ങി വരുന്നത്. പിന്നെ ഭയങ്കര തെറ്റിലാണ്. പിന്നെ അവിടെ എവിടെ ഒക്കെ ഈ പുല്ല് കിളുത്ത് നിൽക്കാണ്. മഴ ബുഷ്, ഇത് ബുഷ്. ഞാൻ പറഞ്ഞ ഈ കുഞ്ഞു പുല്ലിന്റെ കാര്യം. ഇതൊക്കെ നമ്മള് 3-4 എന്റെ ഷോർട്സ് കാണുന്നവർക്ക് അറിയാം. ഇതെല്ലാം ഞാൻ പറിച്ച് നല്ല വൃത്തിക്കാണ് ഇടുന്നത്. പക്ഷെ മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ എത്ര പറിച്ചാലും 2 ദിവസം കൊണ്ടാണ് ആർത്തുലച്ചത് വളരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇനിയിപ്പോൾ ഇത് കൂടെ കഴിഞ്ഞിട്ട് ഈ മഴയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ നോക്കി നടന്നില്ലെങ്കിൽ ഇവിടെ താഴെ വീഴും. കാരണം ഞാൻ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വേണ്ടി വീണു. ഇന്നലെ ഞാനും വീണു. അതുകൊണ്ട് എൻ്റെ ഇവിടെ ഭയങ്കര വേദനയുണ്ട്. ഓക്കെ, ഇന്നലെ അമ്മയും വീണത് അവിടെ. അമ്മയെ അടിച്ചതിൽ വീണു. അതുകൊണ്ട് അമ്മ പുല്ല് പറിക്കൽ നിർത്തി, അമ്മ നിർത്തി. പിന്നെ ഞാൻ കുറച്ചൊക്കെ പറിച്ചു. ഓക്കെ, അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്. അപ്പം അതിനെക്കുറിച്ച് വേറൊരു കാര്യം കൂടെ പറയാൻ വേണ്ടി എന്തായിരുന്നത്? പക്ഷേ ഈ വീടിൻ്റെ വേറെ കാര്യം ഞാൻ പറയാം. ഈ വീട് ലക്കി കേട്ടോ. കാരണം ഈ വീട് ലക്കി എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് എനിക്കധികം പൈസ ഇങ്ങനെ കൈകളിങ്ങനെ മറഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഈ വീടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ മൊത്തത്തിൽ നമുക്കൊരു മാറ്റം ഉണ്ടായിരുന്നു. കാരണം നമുക്ക് പിന്നെ പൈസ, അതായത് സാമ്പത്തികമായിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് മെച്ചപ്പെട്ടു ഈ വീട്ടിലേക്ക് വന്നപ്പോൾ. അത് ഈ വീടിൻ്റെ ലക്കാണ്. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കുറേ നമ്മുടെ പുതിയൊരു കണ്ടന്റ് നമ്മളെടുത്തു. ആ കണ്ടന്റ് അത്യാവശ്യം നല്ല റീച്ച് കിട്ടി. അതൊക്കെ ഈ വീടിൻ്റെ ഒരു ലക്കായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ലക്കാണ് ഈ വീട് അത്രയ്ക്ക് ലക്കാട്ടോ, പറയാൻ മറക്കാൻ പാടില്ലല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോവാം? വീട്ടിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത്. മേ ബി അറിയാം, എൻ്റെ ഷോർട്സിലൊക്കെ തൂക്കാൻ നേരം ഞാൻ ഈ റോഡല്ല, സോറി, കാറോ ബൈക്കോ ജീപ്പോ എന്ത് വേണമെങ്കിലും ഇറങ്ങിപ്പോകാനുള്ള നല്ല സ്പേസിലുള്ള ഒരു വഴി. 2 സൈഡിലും ബുഷൊക്കെ ആയിട്ട് മഴ പെയ്യുന്നുണ്ട്. നമുക്ക് വേഗം മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പെട്ടെന്ന് എടുക്കാം. ഇങ്ങനെ ചെളിയായിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോ. നിങ്ങൾക്ക് ഈ മുറ്റം നല്ല സുപരിചിതമാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം എപ്പോഴും ഞാൻ ഈ മുറ്റം തൂക്കുന്ന വീഡിയോ ഇടലുണ്ട്. ഇന്നലെ വൈകുന്നേരം കൂടെ വിളക്ക് വെക്കാൻ ഞാൻ തൂത്താണ്. പക്ഷെങ്കിൽ ഇവിടെ ഇത് കാണിച്ചു കൊടുക്കുക, മേലെ ഈ കൊന്ന മാവ് ഈ ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് നേരെ ഇങ്ങോട്ടേക്ക് പോകും. പിന്നെ നമ്മുടെ ഇന്റർലോക്ക് നമ്മൾ വന്ന സമയത്ത് ഇങ്ങനെ അല്ലായിരുന്നു. മീൻസ് അപ്പം മഴക്കാലം അല്ലായിരുന്നു, മഴ ആയിട്ട് കണ്ടോ, ഫുള്ള് കണ്ടോ ചള്ളയൊക്കെ ആയിട്ട് ഒരു ഇതാണ്. എനിക്കാണ് ഈ സമയം, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഞാൻ മഴ കഴിഞ്ഞിട്ടേ ഹോം ടൂർ എടുക്കുന്നുള്ളൂ എന്ന്. പക്ഷെ കുറേ പേര് ചെയ്യുകയും ചെയ്യിക്കുമ്പോൾ നമ്മൾക്ക് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അവർ പറഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. സോ ഇതാണ് നമ്മുടെ വണ്ടി. ഭാഗ്യം കുറച്ച് വെട്ടൊക്കെ വന്നില്ലേ. ഇതാണ് നമ്മുടെ വണ്ടി നിർത്തിയിരുന്ന സ്ഥലം കേട്ടോ. ഷീറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്താണ്. ഇത് അച്ചട ബൈക്ക്, അത് പാപ്പിൻ്റെ ബൈക്ക്. നമുക്ക് തൽക്കാലം വണ്ടി വെക്കാനും ഒക്കെ കൂടിയിട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. പിന്നെ ഇനിയാണ് നമ്മുടെ വീടിന്റെ മുൻവശം കാണിക്കണ്ടേ? വീടിന്റെ മുൻവശം. ഓക്കെ, വീടിന്റെ മുൻവശം കാണിക്കാതെ. ഇത് ഹാളാണ്. ഇത് ഹാളിലത്തെ ഒരു ജനൽ. ഇത് എൻ്റെ സ്പെഷ്യൽ റീഡിംഗ് റൂമിലെ നമ്മുടെ ലക്കി വീട്. ഞാൻ ഇനി അങ്ങനെ പറയാം, ഈ വീടിന് സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്, ലക്കി വീട്. വേറെ ഒരു വാക്കില്ല ഇതിനെ പറയാൻ. കാരണം അത്രയ്ക്ക് ലക്കിയാണ്. എനിക്ക് പേഴ്സണലി ലക്കിയോ ഒന്നും പറയാനില്ല. മഴ പെയ്യുന്നുണ്ടേ. പിന്നെങ്കിൽ ഓക്കെ, മഴ ചാറുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് അകത്തോട്ട് പോവാം, അല്ല വെളി കണ്ടിട്ട് അകത്തോട്ട് പോവാം. ഇതാണ് നമ്മുടെ ജനലും കാര്യങ്ങളൊക്കെ വരുന്നത്. ഒന്ന് ഹാളല്ല, ഒന്ന് തിണ്ണേരത്തെയും, പിന്നെ ഒന്ന് നമ്മുടെ റീഡിംഗ് റൂം ഞാൻ സ്പെഷ്യലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. മിറ്റം നല്ല അത്യാവശ്യം നല്ല നീണ്ട, ചുറ്റും തൂക്കാൻ ഒരുപാടുള്ള ഒരു വലിയ മിറ്റാണ് കേട്ടോ. ആദ്യമായിട്ടോ ചുറ്റും ഒരുപാട് തൂക്കാനും സന്തോഷം കാണിക്കുന്ന പെണ്ണിനെ കാണാം. കാരണം നമുക്ക് തൂത്ത് ഭ്രാന്തായതാണ് അത്ര സന്തോഷം. അങ്ങനെയല്ല ഗൈസ്, വലിയ മിറ്റാണെങ്കിലും ശരി, ചെറിയ മിറ്റാണെങ്കിലും ശരി, തൂത്തൊക്കെ ഒന്ന് വൃത്തിക്കിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഞാൻ എന്നും അങ്ങനെയാണ് ചെയ്യാറ്. ഇനിയിപ്പോൾ ഒരു 4 മണിയാകുമ്പോഴേ തൂക്കുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തൂത്തിട്ടാൽ ഇത് വിളക്ക് കത്തിക്കാറാകുമ്പോൾ വീണ്ടും ഇലയെല്ലാം വീണ്, ഒന്നാമത് മഴയും കൂടെ, വെള്ളം ആയതുകൊണ്ട് നമുക്ക് തൂക്കുന്നവർക്കറിയാം, വെള്ളം ആയതുകൊണ്ട് തൂത്താലും പോകത്തില്ല. എൻ്റെ നടുവൊക്കെ ആണെങ്കിൽ പൊട്ടിപ്പോവും, എന്നാലും വേണ്ടില്ല.
വിളക്കൊക്കെ വെക്കുന്നതാണ് നമുക്ക് തൂക്കാനിരിക്കാൻ പറ്റില്ല. നമുക്ക് ഇനി തിണ്ണയിലേക്ക് പോവാം, അകത്തേക്ക് പോവാം. അപ്പം നിങ്ങളെ വീഡിയോയ്ക്ക് അതൊക്കെ കാണുന്നു. നമ്മുടെ തിണ്ണ ഇല്ലെങ്കിൽ സിറ്റ് ഔട്ട്, അതാണ് ഇത്. എല്ലാവർക്കും ഇത് അറിയാം. കാരണം എൻ്റെ ഒട്ടുമിക്ക ഞാൻ ഒറ്റയ്ക്കുള്ളതാണെങ്കിലും ശരി, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതാണെങ്കിലും ശരി, ഷോർട്സിനകത്ത് ഉള്ളതാണ് ഈ ഒരു തിണ്ണ. ഞാൻ വിളക്ക് വയ്ക്കുന്നതൊക്കെ ഇവിടെയാണ്. ഇരിക്കുന്ന പാലൊക്കെ ഇതിനടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇത് ചെറിയൊരു ടീപ്പോ, ചെറിയൊന്ന് അതവിടെ കിടന്നോട്ടെ. സത്യത്തിൽ ഉള്ളിലിടണമെന്നായിരുന്നു. അപ്പം എല്ലാവർക്കും ഹാർഡ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉള്ളിലിട്ട് കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവില്ല എന്നുള്ള ഒരു തോന്നൽ കൊണ്ടാണ് അതിന് അവിടെ തന്നെ ഇട്ടിരിക്കുന്നത്. അത് എഴുതാനൊക്കെ ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യും. പിന്നെ ഇതാണ് നമ്മുടെ ദിവാൻ. ഇത് നല്ല രസമല്ലേ ഇവിടെ ഇട്ടേക്കുന്നത്? അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. അവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്. കാരണം കാറ്റും കൂടി അടിക്കുമ്പോൾ നല്ല സുഖം കിടന്ന് ഉറക്കം. ഇത് എപ്പോഴും കുക്ക് ഫുഡ് കഴിക്കുന്നത് ഇതിന്റെ പൊക്കത്തായിരുന്നു. രാത്രിയിലാണെങ്കിലും ശരി, രാത്രി 12 മണിയാണ് ഞാൻ ഇവിടെ വന്നിട്ട് മര്യാദയ്ക്കോ സമാധാനത്തോടെ ഫുഡ് കഴിക്കും. എനിക്കതാ ഇഷ്ടം. എനിക്ക് വേറെ എല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കാൻ തീരെ താല്പര്യമില്ല. ഒറ്റയ്ക്കിരുന്ന് ഇതിനെ മണ്ടയ്ക്ക് ഒരു പഴയ കോമഡിയും കണ്ട് ഫുഡ് കഴിക്കാൻ നല്ല സുഖമാണ്. ആ ജനലും കൂടി തുറന്നില്ല പിന്നെ പറയാൻ വേണ്ട. സത്യം എനിക്ക് ഇവിടെ ഇഷ്ടമാണ്. ഞാൻ ഈ പാട്ട് കേൾക്കാനും അല്ലാണ്ട് എഴുതാനൊക്കെ ഞാൻ ഇവിടെ എഴുതാനല്ല, പാട്ട് കേൾക്കാനും അല്ലാണ്ട് ചായ കുടിക്കാൻ നേരമൊക്കെ ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിരുന്ന് ചായ കുടിച്ച് ജനലൊക്കെ തന്നിട്ട് കാറ്റൊക്കെ കൊണ്ട് ഒരു നല്ലൊരു ഇതാണ്. പിന്നെ മഴയായിട്ടുള്ളൊരു തണുപ്പാണ്, അത് സഹിക്കാൻ പറ്റില്ല രാത്രി. ഇത് ഞങ്ങളുടെ റൂമിന്റെ ജനലാട്ടോ. ഇതാണ് ഞങ്ങളുടെ റൂമിന്റെ, ഇതാണ് നമ്മുടെ റീഡിംഗ് റൂം. നമ്മുടെ അല്ല, നിന്റെ. നമ്മുടെ ഉദ്ദേശിച്ചത് നിങ്ങളുടെ അല്ല, എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെയും എന്റെയും റീഡിംഗ് റൂമാണ് ഇത്. ഇത് ചെറിയൊരു റൂമാണ് കേട്ടോ. നമ്മുടെ കുറച്ച് മീൻസ് മെഡല്, ഫോട്ടോ, പിന്നെ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ എന്റെയും കുക്കുവിന്റെ ഫോട്ടോ, അതാണ് പിന്നെ മെയിനായിട്ട് ഈ റൂമിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ ആ ഫ്രെയിമൊക്കെ ആയിട്ടാണ്, അതാ അതൊക്കെ ആയിട്ടാണുള്ളത്. പിന്നെ ഇതാണ് എൻ്റെ ലോകം. സത്യം പറയാലോ, ഞാൻ എഴുതുന്നതും വായിക്കുന്നതും ഒക്കെ ഇവിടെ എഴുതിയിട്ടാണ്. എൻ്റെ പല കാര്യങ്ങളും എഴുതുന്നത്. ഇത് ഇത്രയും എൻ്റെ ബുക്സാണ്. ഇതെൻ്റെ സ്പെഷ്യൽ ഡയറി. ഈ ഡയറിക്കകത്താണ് ഞാനിപ്പോൾ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഫുൾ എൻ്റെ ബുക്കല്ല കേട്ടോ, കാരണം ഇതൊക്കെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ്. ബാക്കിയെല്ലാം ലൈബ്രറി അല്ല, പിന്നെ ഇതല്ല ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത്. ഇത് മൂന്നേ ഉള്ളൂ. ഞാനെന്താ കാളിയൊക്കെ ഇതന്ന് വാങ്ങിയ പള്ളിക്കുന്ന് വാങ്ങിയ. ഇത് പള്ളിക്കുന്ന് പെരുന്നാളിന് പോയപ്പോൾ അവിടെ ഒരു ബുക്കിന്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു, അവിടെ കയറി വാങ്ങിയതാണ്. അടിപൊളി ബുക്കാണ്. പിന്നെ ഇതല്ലാണ്ട് ഞാൻ ഒരു വർഷം 1-2 വർഷമായി തോന്നുന്നു ഇതെന്റെ കൂടെ, 2 വർഷം കണ്ടായി ഇത് ഞാൻ വാങ്ങിയത്. ഇത് ഞാൻ മിനിഞ്ഞാന്ന് കൊണ്ടുവന്നാണ്. ഫുള്ള് ഗന്ധർവനാണ്. സത്യം പറയാം, ഫുൾ ഗന്ധർവൻ. ഇൻസ്റ്റ നോക്കിയാലും ഗന്ധർവൻ, ബുക്ക് നോക്കിയാലും ഗന്ധർവൻ, മൊത്തത്തിൽ ഗന്ധർവമായ. സത്യം കണ്ടോ, നോക്കുന്നുണ്ടോ? ആ ഒരു മിത്ത് ഇഷ്ടമുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ബുക്ക് തരുന്നത്. ഇത് പിന്നെ പുതിയ ബുക്കാണ്. ആർക്കെങ്കിലൊക്കെ വാങ്ങണമെങ്കിൽ മീൻസ് വാങ്ങി വായിക്കട്ടോ. അടിപൊളി ഒരു ബുക്ക്. കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ പിന്നെ പുറകിലോട്ട് പോകുന്ന ആൾക്കാർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ബുക്ക് വാങ്ങിച്ചോ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഉണ്ട്. ഇത് 3 ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്ത ബുക്കാണ്. ലൈബ്രറി പോകുന്നതും ഞാൻ എങ്ങനെയാണ് ബുക്ക് എടുക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ലോങ് വീഡിയോ അത് 2 ദിവസം കഴിയുമ്പോൾ വരുന്നുണ്ട്, 2-3 ദിവസം കഴിയുമ്പോൾ വരുന്നുണ്ട്. സോ ഇത് ഇത്രയും ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുത്താണ്. പിന്നെ ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എഴുതുന്നതും വായിക്കുന്നതും. എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇരുന്നിട്ടാണ്. അത് ഷോർട്സ് കാണുന്നവർക്ക് അറിയാം ഞാൻ ഇവിടെ ഇരുന്നിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ. ഇപ്പോഴാണ് വെട്ടം. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് പറയേണ്ട ധൃതിക്ക് വെട്ടത്തിൻ്റെ കാര്യം മറന്നുപോയി. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ലേ? അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ജനല്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനും സംസാരിക്കാനും ഒക്കെ നമുക്കൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. നല്ല രീതിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല രീതിക്ക് തന്നെ ഇരിക്കാം. ഞാൻ ചില എൻ്റെ ഇൻസ്റ്റയിലുള്ള വീഡിയോസിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ജനലിൻ്റെ ഇപ്പം നിന്നിട്ട് ചെയ്യുന്നത്. അതൊക്കെ ഇവിടെ തന്നെ നിന്ന് ചെയ്യുന്നതാണ്. കാരണം ഇവിടെ നിന്ന് തുറന്നിട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ റോഡും പിന്നെ ഇവിടെ നിൽക്കുന്ന സപ്പോട്ടയും പേരയും നിറയെ ചെടികളുടെ ഇടയിൽ മഴയൊക്കെ പെയ്ത് നല്ല രസമാണ് ഇവിടെ ഇരിക്കാനും. ഈ സമയത്ത് ഇവിടെ ഇരിക്കാനും വായിക്കാനും ഒക്കെ ഒരു പ്രത്യേക സുഖമുള്ള ഏർപ്പാടാണ്. അപ്പം ഇതാണ് എൻ്റെ കൊച്ചു റീഡിംഗ് റൂം. എനിക്ക് ഇരിക്കാനും പിന്നെ അച്ഛൻ കണക്കൊക്കെ എഴുതുന്നത് ഇവിടെ തന്നെയാണ്. എനിക്ക് ഒരു കസേര, പിന്നെ ഇത് പൊട്ടിയ കസേര വെച്ചിരുന്നു അവിടെ. അപ്പൊ അതേ കൊണ്ട്
അവിടെ ഇരിക്കുന്നു. സോ അപ്പൊ ഇത്രയൊക്കെയാണ് എന്റെ റീഡിംഗ് റൂം. തുടച്ചിട്ടിരിക്കുകയാണ്, അതാണ് വെള്ളം. നോക്കും നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് പെട്ടെന്നൊന്നും കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ എന്റെ റീഡിംഗ് റൂം. ഒരു കൊച്ചു റൂമാണ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നല്ല ഭംഗിയൊക്കെയാണ്, ഒരു നല്ല റൂം. എന്തെന്നാ നമ്മൾ ഹാളിലേക്കാണ് പോകുന്നത്. ഒരു ഹാള് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ ഹാൾ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. നമ്മളൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിലാണ് ഈ കേബിളും കാര്യങ്ങളും ഒക്കെ മുഴുവൻ വൈഫൈ, TV, ഇത് ഞാൻ, ഇത് എൻ്റെ അനിയത്തി, ഇത് എൻ്റെ അനിയൻ, ഇതെന്റെ അച്ഛൻ. അച്ഛൻ 25 വയസ്സുള്ളപ്പോഴത്തെയാണ്. ബാക്കിയൊക്കെ ഭംഗിയാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ ഫോട്ടോ ഇടുന്നത്. എന്റെ ഫോട്ടോ കാണാനേ പറ്റില്ല. ഏതോ കാലത്ത് എടുത്തിട്ടുണ്ട് ഞാൻ പണ്ട്. പക്ഷെ എനിക്കറിയത്തില്ല എവിടെയാന്ന്. എന്റെ പേഴ്സിലുണ്ട്. ഞാൻ എന്റെ റൂമിലേക്ക് കയറുമ്പോൾ കാണിച്ചു തരാം. വേണ്ട, കാണിക്കും. വേണ്ട. നമ്മുടെ ഒരു കുഞ്ഞൊരു TV. പിന്നെ കൃഷ്ണൻ വിളക്ക്. പിന്നെ ഞാൻ എന്റെ വിളക്കും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. കാരണം ഇതൊന്നും ഒരു ഒതുങ്ങിയ സൈഡല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സെറ്റ് ചെയ്തത്. ചെറിയൊരു കൃഷ്ണനും വിളക്കുതിരിയും വിളക്കും ഒക്കെ. ഇത് ഇന്നലെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കാൻ നേരം ചെയ്ത് പൂവൊക്കെ. ഇതൊക്കെ ഇനി നിന്ന് വിളക്ക് കഴുകാൻ നേരം എടുത്ത് കളയത്തുള്ളൂ കേട്ടോ. ഇത് പിന്നെ ഒരു റൂമാണ്. ഇതിനകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. ഇത് അനിക്കയുടെ റൂമാണ്. സോ അതിപ്പോൾ അടച്ചിട്ടേക്കുവാണ്. ആളില്ലാത്തതുകൊണ്ട് അത് അടച്ചിട്ടേക്കുന്നു. അകത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ. പിന്നെങ്കിൽ കസേരയൊക്കെ ഇങ്ങനെ നിരത്തിക്കേ ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ ഹാള്. ക്ലിയർ ഉണ്ടാവില്ല, ഒന്നാമത് മഴയൊക്കെ ഇല്ല. പിന്നെ ഉള്ള ഇതിൽ ഫുള്ളായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ റൂം. അങ്ങോട്ട് നമ്മൾ പോകും. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഹാളിൽ. നമ്മൾ പോകുന്നത് എൻ്റെ അനിയന്റെ റൂമിലേക്ക്. ഇതാണ് വാതിലുണ്ട്. ഇഷ്ടമായിരിക്കും. അത് ഞാൻ കാണിച്ചു തരാം. എന്താണ് 1 2 3 4 ഇങ്ങനെയാണ്. അങ്ങോട്ട് ഇങ്ങനെയാണ് ഇതിന്റെ വാതില് വരുന്നത്. കണ്ടോ? പഴയ ഒരു തറവാട്ടിലൊക്കെ പോലത്തെ. തറവാട്ടിലല്ല, അങ്ങനല്ലേ. അതുകൊണ്ട് എനിക്ക് വാതിൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ റൂമായിട്ട് നമ്മൾ ആദ്യം ചൂസ് ചെയ്യാൻ വേണ്ടി നിന്നത്. പക്ഷേ എനിക്ക് ഈ നീലപ്പിന് കുഴപ്പമില്ല. പക്ഷേ എനിക്ക് കുറച്ച് അതൊന്നല്ല, അവൻ തന്നില്ല. അതാണ് സത്യം. അതാണ് സത്യം. ഓക്കെ. അപ്പം അവന്റെ റൂം ഇതാണ് അവന്റെ റൂം. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. പഴയൊരു അലമാര, ഒരു സ്റ്റീൽ, അവന്റെ കുറച്ച് തുണികളൊക്കെ വെക്കാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് പഴയൊരു സ്റ്റീൽ അലമാരയും, പിന്നെങ്കിൽ അവന്റെ ഒരു കട്ടിലും പുറത്തും, പിന്നെ അവന്റെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറും, അവന്റെ കുറച്ച് സാധനങ്ങളും ID കാർഡൊക്കെ ഇട്ട് അവന്റെ ഒരു കുഞ്ഞു റൂം. അവിടെ ജനലുണ്ട്, അത് തുറന്ന് വെളിയൊക്കെ കാണും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അവന്റെ ഒരു ഇത്രയേ ഉള്ളൂ. ഇതൊരു ചെറിയൊരു കുഞ്ഞു മുറിയാണ്. എനിക്ക് ഈ മുറി ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഇതാണ് ചൂസ് ചെയ്തത്. അവന് പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞു. പെട്ടെന്നല്ല, അവൻ ആ റൂം മതി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ തള്ളുന്ന. അത് വേണമെന്ന് പറഞ്ഞില്ലേ അവൻ? അപ്പൊ അവൻ അത് എടുത്തു. ഇനി നമ്മൾ എന്തെടുക്കും? അച്ഛനമ്മന്റെ റൂമിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. ഇത് നമ്മൾ അച്ഛനമ്മന്റെ റൂമിലേക്ക് പോവാണ്. ഇവിടെ റിംഗ് ലൈറ്റ് ഒക്കെ ഉണ്ട്, നോക്കണ്ട. റിംഗ് ലൈറ്റ് വെച്ചാൽ ഗൈസ് എപ്പോ വേണം എന്നെ ഒന്ന് ഇറക്കി വിറി. കണ്ടോ, ഇതിനുള്ള അമ്മയുണ്ട് ഗൈസ്. ഇത് റിംഗ് ലൈറ്റ് നോക്കി വേറെ ഒന്നുമല്ല, കാരണം കറണ്ട് വന്നു പോകാം. സോ ഒരു ക്ലിയർ ഉണ്ടാവത്തില്ല, അതുകൊണ്ടാണ്. ഇതാണ് അമ്മയും അച്ഛനും കിടക്കുന്ന റൂം. പോവാം. ഈ റൂം അത്യാവശ്യം വലിയ റൂം കേട്ടോ. കാരണം അത്യാവശ്യം വലിയ റൂമാണ്. ഇത് അലമാര. ഇവിടെ നിന്നിട്ടാണ് ഞാൻ ട്രാൻസിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ട്രാൻസിഷൻ ഒക്കെ ചെയ്യും. പിന്നെ ഇത് അവർ കിടക്കുന്ന കട്ടില്. ഇത് വലിയൊരു ഡബിൾ കോട്ടിന്റെ ഒരു കട്ടിലാണ്. പക്ഷെ 2 പേരെ കിടക്കലുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് പെട്ടികളൊക്കെ, നമ്മുടെ ആധാരവും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കുറച്ച്, ആധാർ കാർഡൊക്കെ ഇട്ട് വെക്കുന്ന കുറച്ച് പെട്ടികള്, അതൊക്കെ തന്നെ. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ അത് എന്റെ പാവക്കുട്ടി. അത് ഇവൻ എനിക്ക് എന്റെ 18ാമത്തെ വയസ്സിൽ ഗിഫ്റ്റ് ചെയ്തതാണ്. ആ പാവക്കുട്ടി ഇപ്പൊ മച്ചിന്റെ നോക്കത്താണ്. അതിനെടുത്തിട്ടും കാര്യം മൊത്തം പൊടിയായിരുന്നു. ഞാൻ റൂമിൽ കൊണ്ടുവച്ച് ഞാൻ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവച്ചതാ. ഓക്കെ. പിന്നെങ്കിൽ ഇത് അവരുടെ മറ്റേ ഡ്രസ് വെക്കുന്ന, പിന്നെ ഞങ്ങളുടെ മേക്കപ്പ് സാധനം. അതായത് ഇങ്ങനെ തുറക്കണ്ട, കൊറേ മേക്കപ്പ് സാധനം ഇല്ല, ഇങ്ങനെ സാധനങ്ങള്. പിന്നെ ഇതിനകത്ത് അച്ഛന്റെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കണം. വേറെ പ്രത്യേകിച്ച് ഇതിനകത്തൊന്നുമില്ല. പിന്നെ അവിടെ ഒരു ജണ്ട്, നമ്മള് വെളിയിൽ നിന്ന് കണ്ട ജണ്ട്. പിന്നെ ഇതൊരു ബാത്റൂം. വേറെ ഒന്നുമില്ല, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. കണ്ണാടിയൊക്കെ ഉണ്ട് നമുക്കിതാ. കണ്ണാടി അങ്ങനെയാണ്. കണ്ടോ, ശരി ഒരു മങ്ങിയ കണ്ണാടിയാണ്. തുടച്ചിട്ട് അത് ഇങ്ങനെ ആവുന്നില്ല. പഴയ ടൈപ്പ് ഒരു ഡോറും കണ്ണാടിയൊക്കെയാണ്. അതൊരു അറ്റാച്ച്ഡ് ബാത്റൂം. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഞങ്ങളുടെ റൂം.
നമുക്കത് കണ്ടാലോ? ഓക്കേ, അപ്പം ഇത് തുറക്കതൊക്കെ ഇത് അപ്പം മറ്റേ പോലെ ഇങ്ങനെ മറ്റേ പഴയ ഈ രണ്ടു പാളിയായിട്ടുള്ള റൂമാണ്. അപ്പം ഇങ്ങോട്ട് പോകാം. ഇവിടെ അധികം ഈ റൂമിൽ അധികം കാര്യങ്ങളൊന്നുമില്ല, അലമാരയും കാര്യങ്ങളൊന്നുമില്ല. ഒരു കാണിച്ചു തരാം. സത്യം ഈ റൂമിൽ അലമാരിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് ഇത് ഞങ്ങളുടെ ഒരു കട്ടില്. ഇത് അവന്റെ സ്പെഷ്യൽ തലവണ്ണ. കാലുവേദന ഉള്ളപ്പോ കാല് വെക്കാം. കാലുവേദന ഉള്ളപ്പല്ല അതിൽ തന്നെ വെക്കുന്നത്. കാലുവേദന ആയതുകൊണ്ട് നോക്കി പേടിപ്പിന്നാണ്ടില്ലേ അങ്ങനെയുള്ളൊരു തലവണ്ണ. പിന്നെ നമ്മളൊരു ജനൽ. ഇതാണ് ഞാൻ വെളിയിൽ നിന്ന് കാണിച്ച ബെഡ്റൂമിന്റെ. ഇതാ ഈ മഞ്ഞപ്പാളിയുള്ള ജനൽ കണ്ടോ? മഞ്ഞപ്പാളിയുള്ള ജനൽ. നമ്മുടെ നമ്മുടെ തുണി അലക്കാനിടുന്ന ഒരു ബക്കറ്റ്. അലക്കാനുണ്ടെങ്കിൽ ഇതിലിട്ടേക്കണം. വലിച്ചു വാരിയിട്ടിരുന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബക്കറ്റ്. പിന്നെ അവന്റെ ഒരു ബാഗും ഒരു ബെൽറ്റ്. വേറെ ഒന്നുമില്ല ഗൈസ്, വേറെ റൂമിലില്ല. പിന്നെ നമുക്ക് ഇൻസ്റ്റന്ന് നമ്മുടെ ഒരു കുട്ടി അയച്ചാണ് നമ്മുടെ ഈ ഇതാ. ഞാൻ വെട്ടം കാണിക്കാമേ. ലൈറ്റ് ഓഫ് ആക്കി കാണിക്കേ. കണ്ടോ? ലൈറ്റ് ഓഫ് ആക്കണ്ട ആവശ്യം. കണ്ടോ? നമുക്കിത് പല രീതിയിൽ ഞെക്കാം. ഇങ്ങനെ ഒറ്റക്കാണെങ്കിൽ ഓക്കെ. ഇത് വെട്ടമില്ലാണ്ട് ഇതുണ്ടോ? ഇത് നമ്മുടെ നല്ല നല്ല കുറച്ച് മെമ്മറീസ് ഒക്കെ ഇങ്ങനെ വെച്ചത്. ഇങ്ങനെ വെക്കാൻ കുറെ പേർക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പം ഇതങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ അവിടെ ഒരു ജനല്. അത് വെളിയിലേക്കുള്ള മറ്റൊരു ഗ്രില്ലിട്ട മുറിയാണ്. അത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം എത്ര റൂമുകൾ ശരിക്കും ഇവിടെ ഉണ്ടെന്ന്. ഏകദേശം എത്ര മുറി ഉണ്ടോ പാപ്പോ? ഇവിടെയോ? ഇവിടെ സത്യം പറഞ്ഞാൽ 1 2 3 4 പുറത്തും കൂടി 5. പുറത്തെ കൂട്ടാണ്ട് 4 റൂമുണ്ട്. 1 2 3 4 5 റൂം. 5ഉം പുറത്തും കൂടി 6 റൂം. 6 റൂമും ഗ്രില്ലും കൂട്ടിയ 7 മുറിയും. പിന്നെ ഒരു അടുക്കള, അകത്ത് 2 ബാത്റൂമും പുറത്തൊരു ബാത്റൂം. പിന്നെ അലക്കുന്ന കുളിമുറി അതൊരു കുളിമുറി. അങ്ങനെ ടോട്ടല് 3 ടോയ്ലറ്റും 1 ബാത്റൂം. അതാണ് നമുക്കുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയും വലിയ വീട് എങ്ങനെ? ഇതൊരു പഴയ ടൈപ്പ് വീടാണ്. പക്ഷെ തുരുതുരാന്ന് മുറികളൊക്കെ ഉള്ളൊരു ഇത് ഈ മച്ചൊക്കെ പോലെ കണ്ടോ? അതുപോലത്തെ ഈ പഴയൊരു ഈ മച്ചൊക്കെ മേലെ ഉണ്ട്. അതൊന്നും നമുക്ക് അതെല്ലാം കേറി കാണാൻ പറ്റുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചേനെ. ഓക്കെ. പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ചെറിയൊരു ഇതൊരു ഈ ഇമേജിന്റെ കവറിനകത്ത് ഈ ഇമേജിന്റെ ഈ കവറിനകത്ത് ഫയലുകളാണ്. ഫുള്ള് ഹോസ്പിറ്റലിലെ ഫയലുകളാണ്. ഒരു 190%. ബാക്കി ആധാറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ. പിന്നെ ഇതാ കുക്കുവിന്റെ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ. വേറെ അപ്പം ഇത്രേ ഉള്ളു. വേറെ പ്രത്യേകിച്ച് ഈ മുറിക്കകത്ത് അയ്യോ ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയൊക്കെ. വേറെ പ്രത്യേകിച്ചൊന്നും ലൈറ്റ് ഓഫ് ആയി പോകും. ഒന്നും കൂടെ എന്തോ അപ്പം അത്ര ഉള്ള ലൈറ്റ് ഓഫ് ആക്കിയിരിക്കുമ്പോൾ. അപ്പം അമൂല്യമാണ് കറണ്ട്. അപ്പം അത്രയാണ് നമ്മുടെ ഈ മുറിക്കകത്ത് ഉള്ളത്. മേലെ ഇതാണ് ഞങ്ങളുടെ കൊച്ചു റൂം. ഇതാണ് എൻ്റെ ദിവ്യയുടെ കൊച്ചുമുറി. അല്ല ദിവ്യ? ഓക്കേ. അത് നമ്മുടെ അടുക്കളയാണ്. കാണിക്കാം. അതിന് മുമ്പേ ഞാൻ ഒരാളെ പരിചയപ്പെടുത്താം. ഒരാളല്ലേ, 2 പേരുണ്ട്. ഇത് നമ്മുടെ അലക്സക്കുട്ടൻ. ഇതൊരു പാവം കേട്ടോ. നമ്മളെപ്പോ എടുത്താലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. വേറെ ഒരെണ്ണം കേട്ടോ. വേറെ ഒരെണ്ണം പോക്കണം കേട്ടോ. ഇതാണ് സ്കൂബി. ഒരു ഹായ് തരുമോ? ഒരു ഹായ് കൊടുക്ക്. ഫുഡ് തരാം. വാ ഫുഡ് തരാം. വാ അടുത്തേക്ക് വാ. വയറ് നിറഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഗൈസ്? ഇതാണ് എന്റെ ഇത് ഇഷ്ടം. ഒട്ടും ഇഷ്ടമല്ല. നമ്മള് അതിനെ എടുത്ത കുഴപ്പമില്ല. ഇതിന് ഇഷ്ടമല്ല ഇതിനെ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ അലക്സാപ്പി കുട്ടി. അലക്സാപ്പി ഇതാണ് നമ്മുടെ അലക്സാപ്പി കുട്ടി. അലക്സയ്ക്ക് പിന്നെ കുഴപ്പമില്ല. ഞാൻ കാണിച്ചുതരാം. അലക്സാപ്പിക്ക് പിന്നെ കുഴപ്പമില്ല. അലക്സാപ്പി പിന്നെ ഞാൻ അലക്സാപ്പി ഇങ്ങനെ എടുക്കുക. അലക്സാപ്പി ഞാൻ ഇങ്ങനെ എടുക്കുക. എനിക്ക് ഇങ്ങനെ എടുക്കുക. അലക്സാപ്പി ഇത് പിന്നെ അവനെ പോലല്ല. അവൻ ഇരിക്കൂല. അവളെന്ന് വെച്ചാൽ മടിയിൽ ഇരിക്കലില്ല. ഇവിടെ പിന്നെ പിന്നെ രാത്രി നമുക്ക് ഉറങ്ങാൻ പോണ്ടേ നമുക്ക് 2 മണിയാകുമ്പോൾ കറക്റ്റ് മാന്തി വെച്ച്
എനിക്ക് കുഴപ്പമില്ല, കാരണം മാന്തരം പിടിക്കൊന്നുമില്ല. അങ്ങനെ കിടന്നോളം പറയാൻ കിടന്നോളൂ. പക്ഷെ അവൻ അങ്ങനെയല്ല ഗൈസ്, ഇവളാണ് പാവം. നിങ്ങള് അലക്സന്റെ കാല് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാല് നഖമുണ്ട്. നഖം മാത്രമല്ല, അത് ആ കരി പിടിച്ച പാത്രത്തിന്റെ ഇടയിൽ കൂടി ഒക്കെ നടക്കുമായിരുന്നു. നമ്മൾ യൂസ് ചെയ്യാത്ത കുറച്ച് കരി പിടിച്ച പാത്രം ഉണ്ട്, അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പൊ ഇതും പോകും. പിന്നെ നമ്മുടെ അലക്സയുടെ കാലിന് ചെറുതായിട്ട് വയ്യാത്തോണ്ട് അവൾ ഇങ്ങനെ നടക്കുന്നത്. അതിന് ഇത് കണ്ടോ, കരി പറ്റിക്കുന്നതാണോ? സത്യം, രണ്ടും കൂടി പോയിട്ടുണ്ട്. അപ്പം ഓക്കെ, അപ്പം ഇതാണ് അടുക്കള. അങ്ങനെ തന്നെ തുറന്നത്. അപ്പം ഇതാണ് അടുക്കള. അടുക്കളയ്ക്കും ഇങ്ങനെ അപ്പൊ അല്ല, എന്താ ഞാൻ പറയാൻ കാരണം എന്നറിയാമോ? എല്ലാത്തിനും വാതിലുണ്ട്, അതാണ് മെയിൻ ആയിട്ട്. അപ്പം ഇതിനും ഇതുപോലത്തെ 2 പാളിയാണ്. ഹാളിൽ നിന്ന് കയറി വരുന്നിടത്ത് ഒരു വാതില്, അവിടെയും ഒരു വാതില്. ടോട്ടൽ അടുക്കളയ്ക്ക് 2 വാതിലാണ്. ഒരു പഴയ ടൈപ്പ് അടുക്കളയാണ്. കൂടുതലൊന്നും ഇതിനകത്തില്ല. നമ്മൾ ഫുഡ് വെക്കുന്ന ആ ഒരിതും പിന്നെ കുറച്ച് പാത്രങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ചക്ക വെച്ചിട്ടുണ്ട്, ഒരു ഗ്യാസ് കുറ്റി, ഇത്രയൊക്കെ ഉള്ളൂ. ഒരു കൊച്ചടുക്കള, എന്നാലും കുറെ പേർക്കൊക്കെ നിന്ന് ചക്ക. ഇത് 2 പിള്ളേര്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ അടുക്കള. പിന്നെ അടുക്കളേന്റെ അപ്പുറത്തെ റൂം, അതിപ്പോ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇത് ഗ്രില്ലിട്ട മുറിയിലോട്ടാണ്. ഇതിന്റെ വാതിലും എല്ലാം ഇവിടെ 2 പാളിയാണ്. ഇങ്ങനെ പൊക്കിയൊക്കെ ഇതാണ് നമ്മുടെ ഗ്രില്ലിട്ട റൂം. ചെറിയ കുഞ്ഞു റൂം, ഒരു കുഞ്ഞു റൂം. ഇത്ര സ്പേസേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റൂമിലെ ആ കണ്ട ആ സോറി ജനല്, പെട്ടെന്ന് പറഞ്ഞു തീർത്തിക്കുമ്പോൾ ഇതാണ് നമ്മൾ ആ കണ്ട ജനല്. പിന്നെ തൂക്കം തുറക്കുന്ന സാധനമൊക്കെ നമ്മളിവിടെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി. ഇവിടെ നമുക്ക് നോക്കിയാൽ നമുക്ക് കിണർ കാണാം, നമ്മുടെ കുളം കാണാം. ഇതൊക്കെ കാട് പിടിച്ച് നോക്കിയിട്ട് കാര്യമില്ല, കാരണം മഴക്കാലമായിട്ടുള്ള മൊത്തം ഞാൻ പറഞ്ഞുതരാം. കാരണം ഇവിടെ തന്നെ പറയാം, കാരണം അവിടെ വെട്ടം കിടത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ മഴക്കാലമായിട്ട് മൊത്തം കാടൊക്കെ വന്നിരിക്കും. നമ്മൾ ആ ഞായറാഴ്ച കാടൊക്കെ പറിച്ച് വൃത്തിയാക്കിയാലും പിറ്റത്തെ ഞായറാഴ്ച ആകുമ്പോൾ വീണ്ടും അതേപോലെ തന്നെയാകും. മഴക്കാലത്ത് മരുന്നടിക്കാൻ പറ്റില്ല, അങ്ങനെയാണ് വൃത്തിയാക്കും. ഇനിയിപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ മൊത്തം വൃത്തിയാക്കും നമ്മൾ. അപ്പം നമുക്ക് അതിന് ഷോർട്സ് എടുക്കാം. ഓക്കെ ഓക്കെ. അപ്പം ബാക്കി ഡീറ്റെയിൽസ് പറയട്ടെ. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകണം, പുറത്തോട്ട് നമ്മൾ കിണറും കാണിക്കാം. ഞാൻ പറഞ്ഞു, അപ്പൊ ഇത് താക്കോൽ എടുത്തിട്ട് വരാം. ഓക്കെ, താക്കോൽ അവള് താക്കോൽ എടുത്തേക്കും. ഇത് കണ്ടോ, തങ്ങയാ ചാവി. ഇന്നെന്തോ മഴ പിന്നെയും കുറഞ്ഞിട്ടേ തുറക്കം. തുറന്നു കഴിയുമ്പോ നേരെ നമുക്ക് വെള്ളിലോട്ടിറങ്ങാം. ഇവിടെ ഇന്നലെ പുല്ല് പറിക്കാൻ വന്നിട്ടാണ് അമ്മ അടിച്ചുത്തി വീണത്. അതിന്റെ തെളിവ് ഇപ്പോഴും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. സൂക്ഷിച്ചില്ലെങ്കിൽ കിണർ കാണിക്കട്ടെ. ഇതോടോ അമ്മയുടെ കാല് തന്നെ ഇവിടെ വീണതാണ്. ഇതാ അമ്മ അടിച്ചു തല്ലി ഇങ്ങനെയാ വീണത്. ഇതിപ്പോ ഞായറാഴ്ച പറിക്കലെടുക്കണം, മഴ ഇല്ലാത്തപ്പോഴും പറിക്കാൻ. നമുക്ക് കിണർ കാണുന്നതിന് മുമ്പ് ആദ്യം കുളം കാണാം. കുളത്തിൽ വെള്ളം നിറഞ്ഞോട്ടെ. ഇന്നലെ രാത്രി മഴ പെയ്തിട്ട് ഇതുണ്ടോ എന്റെ മീനുകളൊക്കെ വന്നീ. എല്ലാരും കൂടെ ഒരുമിച്ച് അവന്റെ കയ്യിലോട്ട് വരും. കണ്ടോ, സ്നേഹമുള്ള കുട്ടികളാണ്. സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, ആര് കൈ വെച്ചാലും അങ്ങനെ തന്നെയാണ്. എന്റെ പിള്ളേർ ഞാൻ കൈ വെക്കുമ്പോഴാണ് കൂടുതലും വരാറ്, മനസ്സിലായോ? അങ്ങനൊന്നുമില്ല. ഇതാണ് എന്റെ കുളം. ഇതാണ് നമ്മുടെ കുളം. നിങ്ങൾ കണ്ടോ ആമ്പലുണ്ടായിരുന്നു? ആമ്പല് കണ്ടോ? ആമ്പലിന്റെ ഇല കണ്ടതാ, ഇതാ അവിടെ ഉണ്ട്. പിള്ളേരെ കൈ വെച്ചാൽ വരുമായിരിക്കും, നോക്കാം. എന്റെ കയ്യിലോട്ട് എന്റെ കൈ കടിക്കുന്നു. ഓഹോ, നല്ല അടി. മീനിന്റെ ചെളിയൊക്കെ കുത്തിപ്പിടിച്ചോളൂ. എന്റെ കയ്യിൽ ചെളി മതി, എന്റെ മീൻ അങ്ങനെ കാണിക്കണ്ട. എന്നാടി ഞങ്ങക്ക് എന്റെ കൈക്കകത്ത് നോക്കൂ. കുഞ്ഞ്. അപ്പം ഇതാണ് നമ്മുടെ ഒരു കുളം. ഇതിങ്ങനെയല്ല കാഴ്ച. വേനൽക്കാലത്ത് നിങ്ങൾ ഈ കുളം കണ്ടിട്ടുണ്ടോ? ഒരു തുള്ളി പോലും പുല്ലില്ലാതെ നല്ല വൃത്തി കിട്ടതാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ച് വീടുകളുടെ ഇറങ്ങിയാൽ സ്കൂബി ഇറങ്ങും. സ്കൂബിയെ എവിടെ? കുറച്ച് വീടുകളുടെ വേറൊന്നല്ല, മൂത്രയ്ക്കാൻ വേണ്ടി പോകുന്നു സ്കൂബി. അതുകൊണ്ടാണ് കുറച്ച് വീടുകളുടെ ഒക്കെ അവസ്ഥ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ആയിരിക്കണം. കാരണം പുല്ല് കിളുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് നമ്മുടെ കുളം, കിണറുണ്ട്, പേരക്കയുണ്ട്. നമുക്ക് പേരക്ക കാണിച്ചു. അപ്പൊ പേരക്ക കാണിക്കണ്ടേ? എടുത്ത് കഴിട്ട പാപ്പ. അപ്പം ഇതാണ് നമ്മുടെ കിണർ. കുളം കിണറടി.
ഇതിൽ നിന്നാണ് നമുക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. തൊട്ടപ്പുറത്ത് ഉണ്ടോ പഞ്ചായത്ത് പൈപ്പ് ഉണ്ട്. ഇവിടെ വേനൽക്കാലത്ത് ചെടി നനയ്ക്കാനൊക്കെ ഞങ്ങൾ പഞ്ചായത്ത് പൈപ്പിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. അതിൻ്റെയാണ് ഈ കിടക്കുന്ന പൈപ്പ്. ഓക്കെ, അതാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പം പഴുത്തെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അത് പഴുത്ത് നമ്മൾ നോക്കാം. അയ്യോ, അത് പറിച്ച് നമുക്ക് നോക്കാം. പഴുത്ത് കഴുകണ പോലില്ലേ? വെച്ച് കുടിക്കില്ല. ഇല്ല മധുരം ഉണ്ട് കാണിക്കാം. കുഴപ്പമില്ല. പക്ഷേ കുറച്ചും കൂടി വലുതാവുണ്ട്. വലുതാകാൻ പേക്കുന്നത് വലിപ്പുള്ളത്. ഇതാ വലിപ്പുള്ളത് ആയില്ലേ? ഒന്നും ആയിട്ടില്ല. എനിക്കൊന്ന് വലിയ വലിപ്പമാണെന്നായിരിക്കും. ഓണറിൻ്റെ ആണ് കേട്ടോ, നമ്മളല്ലടോ. അതാ അതെവിടെയാണ് അവർ താമസം. അത് കാണിക്കണ്ട. അപ്പം ഇത് ഇഷ്ടം പോലെ അത് തുരുത്തിരിത്തിരിത്തിരാന്ന് സപ്പോർട്ടൊക്കെ ഉണ്ടോ? സപ്പോർട്ടല്ലേ ഇത്? സപ്പോർട്ട ഇതുണ്ട അങ്ങോട്ട് ഞാൻ പോകുന്നില്ലടാ പപ്പു. കാണിക്കുന്നതിന് ഇപ്പം എന്താ? ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ പേര. ഞാൻ എൻ്റെ ഇടയ്ക്ക് വീഡിയോസിലൊക്കെ ഞാൻ ഈ പേരയിലൊക്കെ ഇങ്ങനെ അതങ്ങോട്ട് പിടിച്ചു നിൽക്ക്. ഇപ്പം തരത്തില്ല. ഇപ്പം നിന്ന് തീർക്കണോ? അത് പല്ലൊക്കെ പൊട്ടു. എന്താ? ഓക്കെ, അപ്പം ഇതാണ് അത്. കുളവും പേരക്കയും കിണറും പേരക്കയും അതുണ്ടോ? ഇതാണ്. ഒന്ന് വരുന്നുണ്ടോ? അങ്ങോട്ടുള്ള ഓരോ ഷോട്ടിൽ ഞാൻ പറയാണ്, ഇത്രയും പരിസരം നല്ല രീതിക്ക് കാട് കീറി കിടക്കാണ്. എത്ര വെട്ടി തെളിച്ചാലും ഒരാഴ്ച വേണ്ട. ഇപ്പോഴത്തെ മഴയത്ത് പെട്ടെന്നാണ് കിളിക്കുന്നത്. ഇന്നലെ പുല്ല് പറിക്കാൻ വന്ന അമ്മ ഇടിച്ച് വീണതോടെ ഇത് അടുത്ത ഞായറാഴ്ചത്തേക്ക് മാറ്റി വെച്ചു. ഓക്കെ, അപ്പം ഇനി ഇവിടെ ഒരു ജമന്തി അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതാ മറ്റേ നമ്മുടെ എന്താ എന്ന് പറയുന്നത് നന്ദ്യാർവട്ടമൊക്കെ നിൽപ്പുണ്ട്. ഇത് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ഈ സാധനം? ഇതിന്റെ ഇല കണ്ടുപിടിക്കുന്നതാണ് അറിയില്ല. ഇതാണ് മഷിത്തണ്ട്. എന്താ അതിന് വേറെ പേര്? കരടി മഷിയോ? ഞാൻ അത് കാണിച്ചു തരാം. എന്റെ കിഴങ്ങ് ഇതാ കണ്ടോ? ഇത് നമ്മള് കുഞ്ഞിലെ ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്കിതൊക്കെ ഒരു ഞാൻ തൂക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. നഴ്സറി പഠിക്കുന്ന സമയത്ത് ഇതുമേ പുഴുവൊന്നും ഉണ്ടാവില്ലേ? നഴ്സറി പഠിക്കുന്ന സമയത്ത് ഇതിന്റെ മഷി ഒടിച്ചിട്ട് അതിന്റെ ഈ നാര് പോലത്തെ സാധനം ഉണ്ടല്ലോ അത് കളഞ്ഞിട്ട് സ്ലേറ്റിൽ മായ്ച്ചിട്ടാണ് കല്ല് പെൻസിൽ കൊണ്ട് എഴുതിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന് ഭയങ്കര വിലയാണ് ഫ്ലിപ്കാർട്ടിലൊക്കെ. ഇതിന് വേറെ ഇത് മറ്റേ ആട്ട് സൂപ്പ് ഉണ്ടാക്കില്ലേ അതിൻ്റെ വേറെ അത് ഞാനൊരു റീലി കണ്ടിട്ടുണ്ട്. ചേട്ടൻ പറയുന്നത് ഭയങ്കര വിലയുള്ളൊരു സാധനമാണ്. ഇത് വെച്ച് സൂപ്പ് ഉണ്ടാക്കി കുടിച്ചാൽ നല്ലതാണെന്നാണ് പറയുന്നത്. ഞാൻ കണ്ടിട്ടുള്ളൂ, ഞാൻ കുടിച്ചിട്ടില്ല. എനിവേ അതവിടെ നിൽക്കട്ടെ. വേറെ കാഴ്ചയാണ്. 2 പൂച്ചക്കുട്ടിയും കൂടിയിട്ട് വെയിൽ വന്നപ്പോഴേ ഞാൻ പേര് കഴിച്ച് വെയിൽ വന്നപ്പോൾ വെയിൽ വെള്ളം കൂടി ഇറങ്ങി കാണിച്ചു കേട്ടോ. 2 കൂടി അലക്സേസ് കുവേ കണ്ട വെയിൽ വന്നപ്പോൾ കുറച്ച് വെയിൽ വെള്ളം ഇറങ്ങി എൻ്റെ ചുന്തരൻ. ഏയ് അലക്സാ നോക്കിയേ, അലക്സേ നീ നോക്കിയേ, ഫുഡ് വേണ്ട മൈൻഡ് അറിയത്തില്ല. അപ്പിടാൻ വന്നാ വെയിൽ ആയതുകൊണ്ട് കണ്ട ഇത് കണ്ട ഈ വാ സ്കൂബോന് ഇരുത്തുന്നതൊക്കെ ഏതാ സ്റ്റൈല്. ഫോട്ടോ എടുക്കട്ടെ. അലക്സാപ്പി നോക്കിയേ. അത്രേ ഉള്ളൂ എൻ്റെ കുഞ്ഞ്. പിന്നെ അവിടെ ഇരുന്നോ എൻ്റെ പിള്ളേരെ കാണിക്കട്ടെ. എൻ്റെ പിള്ളേരെന്ന് ഞാൻ പറയാം കേട്ടോ, ഒന്നും വിചാരിക്കില്ല. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ചായപ്പ് നാളെ നമ്മുടെ ഇത് പശുവും കൂടെ ആയിരുന്നു. പഴയ തൊഴുത്തായിരുന്നു ഇവരുടെ, അതായത് മുതലാളിൻ്റെ ഈ വീടിൻ്റെ ഉടമസ്ഥൻ. ഇതാണ് നമ്മുടെ തൊഴുത്ത്. അത് ഓൾറെഡി പറഞ്ഞു. ഇത് നമ്മുടെ തൊഴുത്താണ്. സോ തൊഴുത്തിൽ ഇപ്പൊ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒന്നുമില്ല, വിറകും പഴയ കുറച്ച് സാധനങ്ങളും വിറകും ഒക്കെ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ ഇതില് പശു ഒന്നും ഇല്ല, ഓടിപ്പോയിട്ടുണ്ട്. അയ്യോ ഷോ കാണിക്കാൻ പോയതൊക്കെ. ഇപ്പൊ ഇതിൽ പശു ഒന്നും ഇല്ല. നമുക്ക് ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങളൊക്കെയാണ്. പിന്നെ അത്രയ്ക്ക് മിറ്റൊന്നും നേരെ ഇങ്ങോട്ട് കയറി വരുന്നത്. ഇത് നമ്മുടെ അടുക്കള സൈഡ് എല്ലാരെയും പോലെ കുറെ അഴയൊക്കെ തന്നെയാണ്. മഴ ആയതുകൊണ്ട് വേറെ ഒരു സ്പേസും ഇല്ല നമുക്ക്. മീൻസ് തുണി വിൽക്കാനൊരു സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ബാക്കിൽ തന്നെ അഴ കിട്ടിയിട്ടേക്കുന്ന മുഴുവൻ തുണികളാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആ പ്രശ്നത്തോട്ട് പോയത്. നേരെ ഈ സ്റ്റെപ്പ് കുളിറൂമുണ്ട് കേട്ടോ. ഇതാണ് ആ പറഞ്ഞ
കുളിമുറി. നമുക്ക് അലക്കാനുള്ള അലക്കലും ഷവറും കാര്യങ്ങളും പൈപ്പും എല്ലാം സെറ്റ് ചെയ്തൊരു കുളിമുറിയാണ് ഇത്. പിന്നെ ഇവിടെ നേരെ ഹാളിലേക്ക്. പിന്നെ ഇത് യൂസ് ചെയ്യാത്ത മുറിയാണ് കേട്ടോ. നമ്മുടെ ഹാളിൽ നിന്ന് കാണുന്നതാണ്. ഇത് പൂട്ടിയിട്ടേക്കാണ്. ഇതിൽ പഴയ കുറച്ച് സാധനങ്ങളൊക്കെ ഉള്ളു. പിന്നെ ഇത് നമ്മുടെ വാതില്. ഹാളിലേക്ക് അത് അങ്ങറ്റം വരെ നിങ്ങളെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോസ് എടുക്കുന്നത്. അത് ഇവിടുന്നാണ്. നേരെ ഇത് കണ്ടോ, ഇത് ഹാളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറുന്നത്. വേറെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. സോ വെട്ടം അടിക്കും കയറിയത് പോലെ ഹാളിലേക്ക് കയറി. അടയ്ക്കാതെ അലക്സ സ്കൂളിൽ പുറത്താണ്. പിള്ളേർ വരുന്ന കേട്ടോ. ഫുഡ് കാണിച്ചാൽ മാത്രം എങ്ങനെ അവർ വരില്ല. പക്ഷെ അവരെ വരുത്തുന്ന വിദ്യ വിളിച്ചാൽ വരില്ല. അവർ വിളിച്ചാൽ വരില്ല. അപ്പം ഇങ്ങനെ കാണിച്ചു വരുന്നില്ലോ. അലക്സ ഫുഡ്. അലക്സ വരുന്നില്ല. നോക്കിയോ കണ്ടോ. അല്ലെങ്കിൽ വരില്ല. ഫുഡ് കാണിച്ചു. വാ കഴിക്കാൻ പോവാ. അലക്സ ഫുഡ്. ഞാൻ കറിയാം. എന്റെ അമ്മോ തന്നെ അത് പറ്റിച്ചേ. നിങ്ങൾക്ക് ഫുഡ് തരത്തില്ലല്ലോ. കണ്ടുകൊണ്ട് കഴിഞ്ഞില്ല. അപ്പൊ ഗൈസ് ഇത്രയാണ് നമ്മുടെ വീട്. ഇതിലിനി ഒരു പോർഷൻ പോലും കാണിക്കാതെ പിന്നെ ആ ബാക്ക് വശമുള്ള അവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല. മഴ പെയ്തിട്ട് ഭയങ്കര ചെളിയാണ്. പിന്നെങ്കിലും വിറകൊക്കെ അടുക്കി വെച്ചേക്കുന്നു. ഒരു ചെറിയ ഇത് അല്ലാണ്ട് വേറെ ഒന്നും അവിടെ ഇല്ല. പിന്നെ ആ സൈഡിലാണ് ഒരു ബാത്റൂമും ഉള്ളത്. പിന്നെ പച്ചക്കറി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ട് പോയെന്നെ. അതെല്ലാം ഇപ്പം കഴിഞ്ഞു. അവിടെ ഒന്നും ഇല്ല. പിന്നെ ഒരു തെങ്ങൊക്കെ ഉള്ളു. നിങ്ങൾ എന്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും. ബാക്ക് വശം നിറച്ചിങ്ങനെ മണലൊക്കെ ആയിട്ട് തെങ്ങൊക്കെയായിട്ട് നല്ല ഭംഗിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ത് ചെയ്യാനാ, മഴയായി, കാടായി, ചള്ളയായി. ഒന്നാമത് ഈ ചെറിയ മണൽ പോലത്തെ തരികളാ മുറ്റം നിറച്ചത്. അതുകൊണ്ട് പെട്ടെന്ന് ചള്ള പിടിക്കും. മഴക്കാലം കൂടി ഇന്റർലോക്ക് ആയിട്ട് ഫ്രണ്ട് വശം തന്നെ കണ്ടില്ലേ, മുഴുവനും വെള്ളവും ചള്ളയായിട്ട് കിടക്കുന്നത്. അതാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. മഴക്കാലം ഇവർ എങ്ങോട്ട് ഇറങ്ങി പോകാനേ പറ്റില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഈ വീടിന്റെ ഹോം ടൂർ. ചെറിയ വീടാണെങ്കിൽ മനസ്സമാധാനമാണ് വലുത്. അപ്പം വീട് ചെറുതോ വലുതൊന്നുമില്ല. അപ്പം ഇതാണ് ഞങ്ങളുടെ ഒരു സ്വർഗം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കാരണം ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് നിങ്ങൾ പറയുന്ന പോലത്തെ ഷോർട്സ് ഇടാൻ തുടങ്ങി. അത് മാത്രമല്ല, ഞങ്ങൾക്ക് അല്ലാണ്ട് കുറേ ലക്കി കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഈ വീട്ടിൽ വന്ന ശേഷമാണ്. പിന്നെ ഞങ്ങൾ എല്ലാം പണി, ഞാനും ദിവ്യയും മാത്രമായിട്ട് വീട് ഞങ്ങൾ പണി. ഒരു ദിവ്യ ഞങ്ങൾ എൻ്റെ ഒരു എത്ര കൊല്ലം എടുക്കും പണിയാൻ. നമ്മുടെ ഊഹം വെച്ചാൽ 2-3 കൊല്ലം എടുക്കും മിക്കവാറും. ഞങ്ങളുടെ പോക്കും അങ്ങനെയാണ്. അപ്പം നല്ലൊരു വീട് ഞങ്ങൾ പണിയും. അപ്പം അതിൻ്റെ വലിയ ഹോം ടൂർ ഞങ്ങൾ കാണിക്കാം കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഇത് വേനൽക്കാലമായിട്ട് എല്ലാം പുല്ലൊക്കെ ചെത്തി നല്ല ഭംഗിയാക്കി ചുറ്റും ഇട്ടിട്ട് ചുറ്റും അങ്ങനെ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേങ്കിൽ കുറെ പേര് ചേച്ചി ചെയ്യുന്ന അതുകൊണ്ടാണ് ആ പുല്ല് വളർന്നൊക്കെ നിങ്ങൾ കാണുന്നത്. ഇപ്പൊ അത് നെഗറ്റീവ്. നമുക്കൊന്നും ഒളിച്ചോക്കേണ്ട ആവശ്യമില്ല. പുല്ല് നോർമൽ എല്ലാ വീട്ടിലും വളരുന്ന സാധനം ഞങ്ങളെ വീട്ടിലുണ്ട്. ഞങ്ങളത് മഴയായതുകൊണ്ട് തെന്നി വീഴും പണി. അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച ഒരു ദിവസം ഗ്യാപ്പുള്ളൂ. ആ ഗ്യാപ്പിലാണ് ക്ലീൻ ആക്കുന്നത്. അത് ക്ലീൻ ആക്കിയിട്ട് വീട് എടുക്കാൻ മിക്ക ഞായറാഴ്ചകളിലും നമ്മൾ രണ്ടും ഇവിടെ കാണില്ല. അതാണ് നമ്മൾ അപ്പുറത്തെ വീട്ടിലായിരിക്കും. ഞങ്ങൾ ഇനിയിപ്പോ നാളെ വൈകുന്നേരം നേരെ അപ്പുറത്തെ വീട്ടിലോട്ട് പോകും. പിന്നെ വരുന്നത് തിങ്കളാഴ്ച ഒരു ഉച്ചയാകും അല്ലേ? തിങ്കളാഴ്ച അപ്പോഴാണ് ഞങ്ങൾ വരലുള്ളൂ. പിന്നെങ്കിലും ഉള്ള ഒരു കാര്യം വെച്ചാൽ അപ്പൊ സൺഡേ അമ്മ, അനിയൻ, അച്ഛനൊക്കെ ഉണ്ട്. അച്ഛൻ അന്നാണ് പിന്നെ ഫ്രീ ആവുക. അപ്പൊ ചിലപ്പോൾ മഴയായിരിക്കും. ഇവിടുത്തെ കാലാവസ്ഥ, ഒന്നാമത് വയനാട്ടിലെ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ മണിക്കൂറോളം പെയ്തുകൊണ്ട് നിൽക്കും. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും സമയം കിട്ടുന്ന ഒരു ടൈമിലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പിന്നെ വേറൊരു സംശയം വരും, ഈ ലോങ് വീഡിയോ ആയിട്ട് എന്താ ബാക്കിയുള്ളവരൊന്നും കാണിക്കാത്തതെന്ന് പറഞ്ഞിട്ട്. അമ്മേനെ ഓൾറെഡി നിങ്ങൾ കണ്ടു. പിന്നെ അനിയൻ ക്ലാസ്സിൽ പോയേക്കാണ്. അവൻ്റെ ID കാർഡും കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തന്നത്. അനിയത്തി അവരെല്ലാം പോയേക്കാണ്. അച്ഛനും വർക്കിന് പോയി. പിന്നെ ഞങ്ങൾ 3 ആളെ ഇപ്പം ഇവിടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ 3 ആളെയാണ് കാണിച്ചു തന്നത്. സോ പിന്നെ ബാക്കി ഷോർട്സ്, എൻ്റെ എല്ലാ ഷോർട്സും നിങ്ങൾക്ക് കാണാം. വിളക്ക് വെക്കുന്നത്, തൂക്കുന്നത്, തുടയ്ക്കുന്നത്, എപ്പോഴും അകത്തെ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ഇതിനകത്തുനിന്ന് തന്നെ ഇവിടുന്ന് തന്നെ ഞാൻ സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ചെടികൾ ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒന്നുമില്ല. കണ്ടോ, ഇപ്പൊ ഈ ഒരു അവസ്ഥയാണ് വീട്ടിൽ. മഴയൊക്കെ പെയ്ത് വല്ലാണ്ട് വൃത്തികേടായിട്ട് കിടക്കാണ്. എന്നാലും തൂത്ത് ഒക്കെ കഴിയുമ്പോൾ ഓക്കെ ആവും. പക്ഷെ ചെടികളെല്ലാം മഴ പെയ്ത് അവിഞ്ഞു പോയി. അത്ര മഴയാണ് ഇവിടെ, മുഴുവൻ അവിഞ്ഞു പോയി. ഇനി ആകെ 1-2 റോസേ, കുറച്ച് തുളസി ഒക്കെ ഉള്ളൂ. സോ ഗൈസ്, അപ്പം ഇത്രേ ഉള്ളൂ. ഇനി നമ്മള് അടുത്തൊരു വ്ലോഗുമായിട്ട്
അടുത്തൊരു വ്ളോഗായിട്ട് അടുത്തൊരു ഒരു 2 വീഡിയോ ദിവസം ആയിട്ട് കഴിയുമ്പം അടുത്ത വ്ളോഗ് വരും. കാരണം ഞാൻ അന്നേരം വിചാരിക്കുന്നത് എന്താ വെച്ചാൽ ലൈബ്രറിയിലൊക്കെ പോകുന്ന വ്ളോഗ് എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വ്ളോഗായിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും വരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ് ചെയ്യുക. സബ് ഞാൻ ഇടയ്ക്ക് പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയാം എൻ്റെ വീഡിയോസ് കാണുന്നവരെല്ലാം സബ് ചെയ്ത് എൻ്റെ ഫാമിലി പെട്ടവരാണെന്ന് എനിക്കറിയാം. അപ്പം എല്ലാവരോടും നെക്സ്റ്റ് വീഡിയോ വരെ ബൈ.